മാത്രമല്ല നമ്മുടെ കൊറിയർ ഓൺലൈനിലും കൊറിയറിലും അത് ഇന്ന് വളരെ വിശദമായി ചർച്ച ചെയ്തു. പലതും അൺഐഡന്റിഫൈഡ് ആയിട്ട് കളയും, പിന്നെ ആരെങ്കിലും തപ്പിക്കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിനുകളിൽ ഡ്രോപ്പ് ഇൻ, ഇപ്പം തിരുവനന്തപുരം സ്റ്റേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യും സാധനങ്ങൾ. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ സ്ട്രാറ്റജികൾ ഞങ്ങളിന്ന് പറയും. എല്ലാം ഞാൻ പറയേണ്ടതെന്ന് കരുതിയാണ്. ഓരോ സ്ട്രാറ്റജികൾ ഇപ്പോൾ ഇവർ അഡോപ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ സ്ട്രാറ്റജികൾ, ഒന്ന് കൊറിയറിലൂടെ, പിന്നെ ഓൺലൈനിലൂടെ, അതോടൊപ്പം തന്നെ പിന്നെ സ്വിഗ്ഗി പോലെയുള്ള ഫുഡ് ചെയിനുകളിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഷോപ്പുകാർ, കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ ഷോപ്പുകാരുടെ കാര്യം പറഞ്ഞു. മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഡ്രഗ് ഇവിടെ കുറവായതുകൊണ്ട് ഇത്തരം ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്ന് വരെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പം അങ്ങനെ അത് ചെയ്യുന്നത് കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പുകാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. എല്ലാവരും അല്ല, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജാഗ്രത കാണിക്കണം. ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഇതിനു വേണ്ടി വരും. കാരണം ഇത് വളരെ വ്യാപകമായി കാണുന്ന ഒരു രീതിയാണ്. അതുപോലെ പുതിയ പുതിയ ഇപ്പം അവർ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് ഇപ്പോൾ ഒരു പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് സെൻട്രൽ IB, നമുക്കതിന് കസ്റ്റംസ്, IB, എക്കണോമിക് ഒഫൻസസ് ഡിപ്പാർട്ട്മെന്റ്, അവരെല്ലാം അവരുടെ പൂർണ്ണമായ സഹകരണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ DRI ഉൾപ്പെടെയുള്ള എല്ലാവരും, റവന്യൂ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സെൻട്രൽ ഏജൻസീസും നമുക്ക് സഹായം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും പുതിയ അപ്രോച്ച്, പുതിയ രീതിയിൽ നമ്മുടെ ഓപ്പറേഷൻസ് ഇനി മുന്നോട്ട് പോകുന്നു. അതിന് തെക്കേന്ത്യ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസ് മേധാവികളും അവരുടെ സഹകരണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉണ്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് കുറഞ്ഞത്. ഇന്ന് തന്നെ ഇപ്പോൾ DRIയും അതോടൊപ്പം ഇന്റലിജൻസും ഒക്കെ പറഞ്ഞത് കേരളത്തിൽ ഡ്രഗിന്റെ വരവ് വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കതിന് പ്രധാനപ്പെട്ട ആളുകളെ അതിന്റെ സോഴ്സൊക്കെ കണ്ടെത്തി അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ചില പരിമിതികളുണ്ട്, അതുകൊണ്ട് പറയാത്തതാണ്. ഇല്ല, അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. നോർത്തേൺ റേഞ്ചിന്റെ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഫലപ്രദമായി ഓരോ കാര്യത്തിലും അദ്ദേഹം ഇടപെടൽ നടത്തുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് ഞങ്ങളുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. അത് നല്ല ജോലിയാണ് ചെയ്യുന്നത്. ഇല്ല, മറ്റേത് പറയാമല്ലോ. ഓഗസ്റ്റ് 15 മുതലുള്ള മാറ്റങ്ങളൊക്കെ പറയാമല്ലോ. ഇല്ല, പിന്നെ പറയാം. ഇല്ല, അതുണ്ടാവില്ല. കാരണം ഇതിനിപ്പോൾ പ്രത്യേകിച്ച് 20 പോലീസ് ജില്ലകളിലും, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, എല്ലാ സബ് ഡിവിഷനുകളിലും പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയാണ്. ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ ഓൾറെഡി പണ്ട് തൊട്ടേ ഉള്ളതാണ്. DYSP നാർക്കോട്ടിക് സെൽ, അദ്ദേഹത്തോടൊപ്പം CIമാരൊക്കെ ഉള്ളതാണ് നേരത്തെ പോലെ. അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തുഫാൻ വന്ന ശേഷം 20 പോലീസ് ജില്ലകളിലും DYSPയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് വളരെ സജീവമാണ്. താഴോട്ടുള്ള സബ് ഡിവിഷനുകളിൽ സജീവമാണ്. അവർക്കിനി നമ്മൾ പുതിയ വാഹനങ്ങൾ കൊടുക്കുന്നു, പുതിയ മെൻ കൊടുക്കുന്നു, പുതിയ സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു. അങ്ങനെ അവയ്ക്ക് പ്രത്യേക വിങ്ങായ ടാസ്ക് ഫോഴ്സായിട്ട് തന്നെ പോലീസിൽ പ്രവർത്തിക്കും. അപ്പം മറ്റുള്ളവർക്ക് അവരുടെ ജോലി ചെയ്യാം. ഇപ്പം നമ്മൾ എൻറ്റയർലി പോലീസ് സേന കഴിഞ്ഞ 1 മാസമായിട്ട് ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ ഇനി എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് മറ്റു ജോലികളുണ്ട്. അപ്പം അതുകൊണ്ട് പോലീസ് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുകയാണ്. ആ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇതൊരു പെർമനന്റ് അഫെയർ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും.